നമസ്കാരം. മൈ ആസ്ട്രോവിനിന്റെ ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ അധ്യായത്തില് നമ്മുടെ ശുക്രന്റെ രാശിമാറ്റവും അതിനോടനുബന്ധിച്ചിട്ട് 5 രാശിക്കാർക്ക് ലഭിക്കുന്ന ഭാഗ്യത്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഈ ഗ്രഹങ്ങളുടെ ചലനങ്ങള് അതുപോലെ തന്നെ രാശികളും നക്ഷത്രങ്ങളിലുമുള്ള മാറ്റങ്ങൾ ഓരോ രാശിക്കാരുടെയും ജീവിതത്തെ വ്യത്യസ്തമായിട്ടാണ് സ്വാധീനിക്കുന്നത്. ജ്യോതിഷ ശാസ്ത്രത്തിലെ ശുക്രനെ അനുഗ്രഹദായക ഗ്രഹമായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. ഒക്ടോബർ 28-ന് ശുക്രൻ ഈ രാശിയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ഫലമായിട്ട് ഈ ദിവസം ശുക്രൻ ചൊവ്വയുടെ ഭരണത്തിലുള്ള ചിത്തിര നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നു. തൽഫലമായിട്ട് 5 രാശിക്കാർക്ക് വളരെ ഗുണപരമായ ഫലങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ശുക്രന്റെ ശുഭപ്രഭാവം ചില രാശികളിലെ ആളുകളുടെ സന്തോഷവും അതുപോലെ തന്നെ ക്ഷേമവും ഒക്കെ വർദ്ധിപ്പിക്കുന്നുണ്ട്. അതിനാല് ശുക്രനെ രാശിമാറ്റത്തിൽ ഏതൊക്കെ രാശിക്കാർക്കാണ് ഏറ്റവും പ്രയോജനമെന്നും അതുപോലെ തന്നെ ആരാണ് അതിരുകടന്ന സന്തോഷവും ക്ഷേമവും ഒക്കെ അനുഭവിക്കാൻ പോകുന്നു എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ അധ്യായത്തിൽ പരിശോധിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് മേടം രാശിയിലേക്ക് കടക്കാം. ഇപ്പൊ മേടം രാശിയിൽ ജനിച്ചവർക്ക് ശുക്രന്റെ ഈ സംക്രമണം വളരെ ഗുണപ്രദമായിട്ടാണ് ഫലിക്കുന്നത്. ഇത് അധിക നേട്ടങ്ങൾക്കും അതുപോലെ തന്നെ പുതിയ പുതിയ സാധ്യതകൾക്കൊക്കെ വഴിയൊരുക്കുന്നുണ്ട്. ബിസിനസ്സിലെ ഈ മേടരാശിക്കാർക്ക് പുരോഗതി ഉണ്ടാകുന്നത് സാധ്യമായ ഒരു കാര്യമാണ്. ഈ കാലയളവില് ശുക്രന്റെ ശുഭപ്രഭാവം അവരുടെ പ്രണയബന്ധമൊക്കെ ശക്തിപ്പെടുത്തുന്നതിനും വീട്ടിൽ സന്തോഷവും സമാധാനവും ഒക്കെ നിലനിർത്തുന്നതിനും ഒക്കെ സഹായിക്കുന്നുണ്ട്. മേടരാശിയിൽ ജനിച്ചവർക്ക് അവരുടെ കരിയറിൽ പുരോഗതി ഉണ്ടാവുകയും അതുപോലെ തന്നെ ബിസിനസ്സുകാർക്ക് നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. സാമ്പത്തിക സ്ഥിതിയൊക്കെ മുൻകാലത്തെക്കാൾ മെച്ചപ്പെടുകയും അതുപോലെ തന്നെ ജീവിത പങ്കാളിയൊക്കെ ആയിട്ട് ഐക്യം വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. കുടുംബാംഗങ്ങളോടുള്ള സ്നേഹം ശക്തിപ്പെടുകയും അതുപോലെ തന്നെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും ഒക്കെ നിലനിൽക്കുന്ന ഒരു സമയമാണ്. ശുക്രന്റെ സ്വാധീനത്തോടെ അവർ കലയിലും അതുപോലെ തന്നെ സംഗീതത്തിലുമുള്ള ആകർഷണവും അനുഭവിക്കുന്ന ഒരു സമയം കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. അടുത്തത് നമുക്ക് ഇടവൻ രാശിയിലേക്ക് കടക്കാം. ഇടവൻ രാശിയിൽ ജനിച്ചവർക്ക് ശുഭദിനങ്ങളുടെ തുടക്കമൊക്കെയാണ് ഈ ശുക്രന്റെ രാശിമാറ്റത്തോടെ കാണാനാവുക. ഈ കാലയളവിൽ അവർ ഉത്സാഹഭരിതരായിരിക്കും. അതുപോലെ തന്നെ സന്തോഷവും സമൃദ്ധിയും ഒക്കെ അവരുടേതായിട്ട് മാറും. ജീവിതത്തിൽ ആഡംബര വസ്തുക്കളും പലതരത്തിലുള്ള അവസരങ്ങളൊക്കെ നേടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. നമുക്ക് കന്നി രാശിയിലേക്ക് കടക്കാം. ശുക്രന്റെ ഈ രാശി മാറ്റം കന്നി മാസത്തിൽ ജനിച്ചവർക്ക് ഉയർന്ന വിജയ സാധ്യതയാണ് തരുന്നത്. ശുക്രൻ ചിത്തിര നക്ഷത്രത്തിൽ പ്രവേശിക്കുമ്പോൾ മികച്ച ഫലങ്ങൾ നിങ്ങളെ കൈവരിക്കും. പുതിയ ശക്തി ലഭിക്കുകയും അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾക്കിടയിലെ വ്യത്യാസങ്ങളൊക്കെ കുറഞ്ഞ് അതായത് അകലങ്ങളൊക്കെ കുറഞ്ഞ് ഐക്യബന്ധരായിട്ട് മാറും. സാമ്പത്തികവും ഭൗതികവുമായ സന്തോഷങ്ങളൊക്കെ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ വന്നു ചേരും. പ്രണയബന്ധങ്ങളിലും സ്ഥിരതയും ദാമ്പത്യ ജീവിതത്തിലെ ഐക്യവും ഒക്കെ ഉയരുന്നതായിട്ടാണ് കാണുന്നത്. അടുത്തത് വൃശ്ചികം രാശിയാണ്. ഇവർക്ക് ചിത്തിര നക്ഷത്രത്തില് ശുക്രൻ പ്രവേശിക്കുന്നതോടുകൂടി ഓരോ ഘട്ടത്തിലും ഭാഗ്യത്തിന്റെ പൂർണ്ണ പിന്തുണയാണ് അനുഭവിക്കാനാവുക. ഈ കാലയളവിൽ പൂർത്തിയാകാത്ത എല്ലാ ജോലികളും പെട്ടെന്ന് പൂർത്തീകരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ നഷ്ടപ്പെട്ടു പോയ പണമൊക്കെ തിരികെ ലഭിക്കാനുള്ള അവസരവും ഒക്കെ കാണുന്നുണ്ട്. ശുക്രന്റെ ശുഭപ്രഭാവം സാമ്പത്തിക പുരോഗതിയൊക്കെ കൈവരിക്കാൻ പറ്റിയ ഒരു വലിയ പിന്തുണയാണ് നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. അടുത്തത് തുലാം രാശിയാണ്. ഈ രാശിക്കാർക്ക് ശുക്രന്റെ സംക്രമണം വളരെ ഗുണപ്രദമായിട്ടാണ് ലഭിക്കുക. ഈ കാലയളവില് ദീർഘയാത്രകളൊക്കെ പോവാനുള്ള സാധ്യതയൊക്കെ ഉയരുന്നതായിട്ടാണ് കാണുന്നത്. ഭാഗ്യം നിങ്ങളെ പൂർണ്ണമായിട്ട് പിന്തുണ നൽകും. അതിൽ നിങ്ങൾക്ക് ഒട്ടും സംശയം വേണ്ട. പൂർത്തിയാകാത്ത ജോലികളൊക്കെ പെട്ടെന്ന് പൂർത്തീകരിക്കാനും മുടങ്ങിക്കിടന്ന വീടിന്റെ പണികളൊക്കെ പെട്ടെന്ന് തന്നെ പുനരാരംഭിക്കാനും പറ്റിയൊരു സമയമാണ്. നഷ്ടപ്പെട്ടെന്ന് തോന്നിയ പണമോ അല്ലെ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ നിങ്ങൾക്ക് തിരികെ ലഭിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ജോലിയിൽ നല്ല അവസരങ്ങൾ ലഭിക്കുന്നുവെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക.
നന്ദി, നമസ്കാരം.